പിന്നെ കോൺവൊക്കേഷൻ കഴിഞ്ഞു, 13ാമത്തെ കോൺവൊക്കേഷൻ. അത് കഴിഞ്ഞിട്ടുള്ള സംസാരമാണ്. സൈക്കോളജി, ഹെൽത്ത് സയൻസ്, ന്യൂട്രീഷൻ തുടങ്ങിയ കോഴ്സുകൾ ഓൺലൈനിൽ നിന്ന് അതേപോലെ ഡിസ്റ്റൻസ് മോഡിൽ നിന്നുള്ള പഠനം വിലക്കിക്കൊണ്ടുള്ള UGCയുടെ സർക്കുലർ കഴിഞ്ഞ 16-ാം തീയതി അല്ലേ 12-ാം തീയതി പുറത്തിറങ്ങി. 2021 നാഷണൽ അലൈഡ് ഹെൽത്ത് കെയർ ആക്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോളോ അപ്പ്, അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ വന്ന ഉത്തരവാണ്. എങ്ങനെ കാണുന്നു? നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി സൈക്കോളജി കോഴ്സ് എന്ന് പറയുന്നത്, സൈക്കോളജി മാത്രമല്ല അലൈഡ് കോഴ്സുകൾ പലതും ഇന്ന് ധാരാളമായിട്ട് വിൽക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ 6 മാസം കൊണ്ട് കൗൺസിലർ ആവാം, അതുപോലെ തന്നെ 2 മാസം കൊണ്ട്, ഇങ്ങനത്തെ എല്ലാം കുറേ കോഴ്സുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ചിട്ട് ഒരു പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ ഒരു നിബന്ധനയോ ഒന്നും ഇല്ലാത്തൊരു മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്ന മേഖല. അപ്പൊ അതിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് ഇതായിട്ടാണ് മനസ്സിലാവുന്നുള്ളത്. പക്ഷെ അതിന്റെ ഇരകളാവുന്നുള്ളത് ഇപ്പോൾ പുതുതായിട്ട് ഇതിനെ സീരിയസ് ആയി പഠിക്കുന്ന ഒരു സമൂഹം ഇതിന്റെ ഇരകളാവുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 12-ാം തീയതിയാണ് സർക്കുലർ വരുന്നത്. സർക്കുലർ വരുന്നത് 12-നാണെങ്കിലും ഇപ്പൊ ഇഗ്നോ യൂണിവേഴ്സിറ്റിയും മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ നേരത്തെ ജൂൺ ഇൻടേക്കിൻ്റെത് മെയ് ഓർ ഏപ്രിൽ കഴിഞ്ഞ ഉടനെ തന്നെ അഡ്മിഷൻ ആരംഭിച്ചു. ഏപ്രിൽ അല്ലെങ്കിൽ ജൂണിൽ അഡ്മിഷൻ എടുക്കരുത് എന്നുള്ള നിബന്ധന വരുന്നത് ഓഗസ്റ്റിലാണ്. ജൂണിൽ അല്ല, അത് രസമാണ്. ജൂലൈ ഇൻടേക്ക് തന്നെയാണ് പറയുന്നത്, ഓർഡറും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ജൂലൈ ഇൻടേക്ക് എടുക്കാൻ പാടില്ല, പറയുന്നത് ഓഗസ്റ്റില്. ആ സമയത്തേക്ക് ആളുകൾ എടുത്തു. ഷുവർ അല്ലേ? ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞൊരു സമയമാണിത്. അഡ്മിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എടുക്കരുത് എന്നുള്ളതിന്റെ ഒരു ഔന്നത്യം മനസ്സിലാവുന്നില്ല. കാരണം ആക്ച്വലി UGCക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം മുതൽ ഉണ്ടാവൂല. ഇതൊക്കെ ഒരു മാന്യമായ രീതിയിൽ ഉണ്ടാകുന്ന ഇടപെടലാണ്. അത് ചോദ്യം ചെയ്യപ്പെടില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയെ കണക്ട് ചെയ്തു ഈ ഒരു വിഷയത്തിൽ. കാരണം ഒരു 1000-ഓളം കൂട്ടുകാരെ നിലവിൽ സൈക്കോളജി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്നു എന്ന് താല്പര്യത്തിൽ പ്രകടിപ്പിച്ച സമയത്ത് യൂണിവേഴ്സിറ്റിയെ കണക്ട് ചെയ്തു. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ കണക്ട് ചെയ്തപ്പോ ഇഗ്നോക്ക് ഇത് പുല്ലുവിലയാണ്. കാരണം ഇഗ്നോ പറയുന്നുള്ളത് എന്താണെന്ന് വെച്ചാല്, അപ്പൊ ഇഗ്നോ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ UGCയുടെ അണ്ടറിലല്ല, ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ആക്ടിൽ നിന്നുണ്ടായ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തില്ല, UGC എന്ത് വന്നാലും ഞങ്ങൾ ബാധിക്കൂല എന്ന രീതിയിൽ ഒരു തണ്ട് വർത്തനൊക്കെ വേണമെങ്കിലും അതിനുള്ള റൈറ്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആ നിലയിലല്ല ഞങ്ങളുള്ളത്. ഞങ്ങൾ ഇഗ്നോ എന്ന രീതിയിൽ വേറെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു യൂണിവേഴ്സിറ്റി. അതിൽ പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും ഈ വിദ്യാഭ്യാസ ഇഗ്നോ പുതിയ കോഴ്സ് അനൗൺസ് ചെയ്തു, റിഹാബ് സൈക്കോളജി എന്ന് പറയുന്നത്. അതില് RCI റെക്കഗ്നിഷൻ ഉള്ള കോഴ്സ്, 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്. അത് ഈ നാഷണൽ അലൈഡ് ഹെൽത്ത് കെയറില് സൈക്കോളജി ഉൾപ്പെടെയുള്ള റീഹാബ് മേഖല ഒരു തരത്തിലും ഡിസ്റ്റൻസ് അക്സെപ്റ്റ് ചെയ്യരുത് എന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ച പ്രസ്ഥാനം RC ആണ്, റിഹാബ് കൗൺസിൽ ഓഫ് ഇന്ത്യ. അവരുടെ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിസ്റ്റൻസ് നിന്ന് പോകണം എന്നുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടാവുക. കുറച്ച് നാളത്തെ ഒരു ചർച്ചയുണ്ട്, പറഞ്ഞ സമയം പോകും. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിസ്റ്റൻസ് മോഡിൽ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് വന്നു. UGC ഡിസ്കഷൻ വന്നു. UGC നേരത്തെ റെക്കഗ്നിഷൻ കൊടുത്തിട്ടുണ്ട്, അത് റെക്കഗ്നിഷൻ ഇനി തരില്ല, പുതിയ അഡ്മിഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സർക്കുലർ എഴുതിയ അതേ ആഴ്ചയിലാണ് ഇതേ RCI റെക്കഗ്നീഷനോട് കൂടിയുള്ള 1 ഇയർ ഡിപ്ലോമ റീഹാബിലിറ്റേഷൻ സൈക്കോളജി ഡിസ്റ്റൻസ് മോഡിൽ RCI റെക്കഗ്നീഷനോട് കൂടിയുള്ളത് ആരെ അനൗൺസ് ചെയ്യുന്നുണ്ട്? ഇഗ്നോ അനൗൺസ്. അപ്പൊ UGC ആരായി? ശശിയായി. അപ്പൊ അതാണ് ഇഗ്നോയിൽ വന്ന രജിസ്ട്രേഷൻസ് എന്ത് ചെയ്യും? ഇഗ്നോ പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ചെങ്കിൽ, ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകും. ഇഗ്നോ ഇതുവരെ കോഴ്സ് ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പം രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സസ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇഗ്നോ തീർച്ചയായിട്ടും എന്താവും, ഒന്നുകിൽ കോടതിയിൽ പോകും, അല്ലെങ്കിൽ മൈൻഡ് ആക്കൂല. അത് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരുടെ നിലപാട്. പക്ഷെ ഇഗ്നോയുടെ ഭാഗത്തുനിന്നും സർക്കുലർ സ്റ്റുഡൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് അങ്കലാപ്പിലായിരിക്കാണ്, ക്ലാരിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ആക്ച്വലി ഇഗ്നോക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും തരണം എന്ന ഒരു റൈറ്റ് അവർക്ക് പറയാമായിരുന്നു.
പക്ഷെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് സ്റ്റാൻഡേർഡ് ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കാരണം നമ്മൾ ഇതേ വേദിയിൽ നേരത്തെ വരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അല്ല, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി പറഞ്ഞത് അവരും സർക്കുലർ ഇറക്കി വിത്തിൻ 1 വീക്കിനുള്ളിൽ അവർ സർക്കുലർ ഇറക്കി. സർക്കുലർ പ്രകാരം അവർ പറയുന്നുള്ളത് ഞങ്ങൾ ഈ കോഴ്സ് ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഗ്നോയിലെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ പിന്നെ രജിസ്റ്റർ ചെയ്ത സൈക്കോളജി രജിസ്റ്റർ ചെയ്ത ഇല്ല, സൈക്കോളജിയിൽ PG ഇല്ല. രജിസ്റ്റർ സർക്കുലർ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2-3 ഓപ്ഷൻസ്. അത് ഇഷ്ടപ്പെട്ട ഓപ്ഷൻസ്. യൂണിവേഴ്സിറ്റി ചിലപ്പോഴും ഇങ്ങനത്തെ ഓപ്ഷൻസുകൾ വെക്കാറില്ല. ഇത് വെച്ചെന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്താക്കാം, ഈ കോഴ്സ് റീഫണ്ട് ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് നിങ്ങൾക്ക് ഞങ്ങൾ ഫുൾ ഫണ്ട് റീഫണ്ട് ചെയ്ത് തരും. ഒരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ, ഇതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് എന്താകാം, മറ്റൊരു കോഴ്സിലേക്ക് മാറാം. യൂണിവേഴ്സിറ്റി ഫീസ് അടക്കണ്ട, ഈ ഫീസിൽ തന്നെ നിങ്ങൾക്ക് എന്താകാം മാറാൻ പറ്റും, സ്വിച്ച് ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റിയെ കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്ത സമയത്ത് യൂണിവേഴ്സിറ്റിയിലുള്ള റെസ്പോണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ വർഷം അത് കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. സ്റ്റുഡൻസിനെ നിങ്ങളൊന്ന് തൽക്കാലം ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുക, കാരണം ഈ വർഷം മിക്കവാറും കിട്ടും എന്നൊരു പ്രതീക്ഷ അവർ മുന്നോട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇൻടേക്ക് കിട്ടും. പക്ഷെ നമുക്കത് ഉറപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 1 മന്തും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും സൈക്കോളജി മേഖലയിലേക്ക് ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് എന്നുള്ളത് സൈക്കോളജി ഒന്ന് പോപ്പുലറായി ഇതിൽ റെസ്ട്രിക്ട് ചെയ്ത ഒരു കുറച്ച് വലിയൊരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ പോപ്പുലറായിട്ട് കോഴ്സ് നടന്നിരുന്നത് ഒന്ന് സൈക്കോളജിയാണ്, പിന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് ഉണ്ട്, അതിൽ PG ഉണ്ട്. അതെ, അതിൽ PG ഉണ്ട്. അത് രസം എന്താണെന്ന് വെച്ചാല് ഈ കുറെ വെൽനെസ് സെന്ററുകളൊക്കെ എന്താക്കുന്നുണ്ട്, ഈ കോഴ്സ് കൊടുത്തുകൊണ്ടായിരുന്നു. പ്ലസ് എനിക്ക് തോന്നുന്നു മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കർണാടക ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസിന്റെ MSc ചെയ്യുന്നുണ്ടായിരുന്നു. ആ MSc ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബോർഡിന്റെ നാഷണൽ രജിസ്ട്രേഷൻ ഉപയോഗിക്കാനും പറ്റും. കഴിഞ്ഞ വർഷം വരെ MSc കഴിഞ്ഞ കുട്ടികൾക്ക് നാഷണൽ ലെവലിലുള്ള ഇതിന്റെ ക്വാളിഫിക്കേഷൻ എക്സാം എഴുതാം, നാഷണൽ ഡയറക്ടറിയിൽ മെമ്പർ ആവാം. ഈ പറഞ്ഞ അലൈഡ് ഹെൽത്ത് സെന്ററിന്റെ ആക്ട് വന്നിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ചാലഞ്ചസ് വന്നത്. പക്ഷെ അവിടെ നേരത്തെ എന്തുണ്ട്, ചാലഞ്ച് ഇല്ലാതെ തന്നെ ഡിസ്റ്റൻസ് മോഡിൽ ഈ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ ആ കോഴ്സും രജിസ്ട്രേഷനാണ് നിന്ന് പോകുന്നത്. നമ്മളൊരു സംവിധാനത്തിന്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുമ്പോഴും ഡിപ്രൈവ്ഡ് ആയ ആ ഫെസിലിറ്റിയിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാമ്പത്തികമായും അതേപോലെ തന്നെ സാഹചര്യപരമായും ഡിപ്രൈവ്ഡ് ആയവരായിട്ട് ആളുകൾക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു ഈ സംവിധാനങ്ങൾ. തീർച്ചയായിട്ടും. അല്ല, ഇതിന് കൃത്യമായൊരു നിലപാട് കൊണ്ടുവന്നിട്ട് ഈ കോഴ്സ് നടത്തണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഒരു പോളിസി കൊണ്ടുവരിക, ലാബുകൾ നടത്തുക. ഇപ്പൊ സൈക്കോളജിയുടെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ ലാബുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇഗ്നു വൃത്തിക്ക് ലാബ് നടത്തുന്നുണ്ട്. ഇതേ ആക്ച്വലി ഇഗ്നുവിനേക്കാൾ ശ്രീനാരായണ അണ്ണാമലൈ നടത്തുന്നുണ്ടായിരുന്നു. 20 ദിവസം അവരുടെ റെസിഡൻഷ്യൽ ക്യാമ്പ് നടത്തിയിരുന്നു. ഈ രീതിയിൽ എന്ന് വെച്ചാൽ കൃത്യമായ മോണിറ്റർ ചെയ്തുകൊണ്ട്, ഗൈഡിനെ വെച്ചുകൊണ്ട്, ഒരു കൺസൾട്ടൊക്കെ ചെയ്യുന്ന ഫീൽഡിലുള്ളവരെ വെച്ചുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ മോഡ് കൊണ്ടുവന്നിട്ട് ആ രീതിയിലേക്ക് ഇതിനെ ഒരു റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരണം എന്നത് യഥാർത്ഥത്തിൽ അവിടെയായിരുന്നു ഈ റീഹാബ് കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അലൈൻഡ് ഹെൽത്ത് സൊസൈറ്റി ഒക്കെ ഉള്ള ആളുകൾ കൈവെക്കേണ്ട മേഖല അവിടെയായിരുന്നു. അതെ. നിലവിലുള്ളതിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഉള്ള സ്ട്രക്ചേഴ്സിനെ പൊളിക്കുക എന്നുള്ളിടത്ത് എന്താ വരുത്, അതൊരു ചോയ്സ് അല്ല. പ്രത്യേകിച്ചും 130 കോടി മനുഷ്യന്മാരുള്ള ഒരു നാടാണിത്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇത്രയും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് ആക്സസ് ഇല്ല. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ MSc സൈക്കോളജി പഠിക്കാൻ പറ്റുന്ന എത്ര കോഴ്സുകളുണ്ട്? ഒരു സ്ഥാപനമില്ല. ഈ ഒരു ജില്ല മുഴുവൻ എടുത്തു കഴിഞ്ഞാലും ഇല്ല. MSc സൈക്കോളജി ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ഇല്ല, ഒരു സ്ഥലമില്ല. കണ്ണൂരിലേക്ക് എത്തണം, അല്ലെങ്കിൽ മാംഗ്ലൂരിലേക്ക് പോകണം, അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക്. ആലോചിച്ച് നോക്കി. ഇതുപോലെ ഇത്രയും കോളേജുകളുള്ള സ്ഥലം, ഇത്രയും എഡ്യൂക്കേഷൻ ഓറിയന്റേഷൻ ഉള്ള സ്ഥലം കേരളത്തിന്റെ ഉള്ളിൽ, കേരളത്തിന്റെ പുറത്തു പോയാലോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോലും ഇല്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ട് പോലും അങ്ങനെ. ഞാൻ ഉദ്ദേശിക്കുന്ന ഉദാഹരണം എന്ന രീതിയിൽ ബാക്കി എത്രയോ ജില്ലകളുണ്ട്, അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഇഗ്നോ വലിയൊരു ആശ്വാസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പൈസയിൽ അവരുടെ ജോലിയുടെ അല്ലെങ്കിൽ പഠനത്തിന്റെ, കൃഷിയുടെ കാര്യങ്ങളുടെ ഇടയിൽ തന്നെ പഠനം പൂർത്തിയാക്കുകയും അത് അവരുടെ ക്വാളിഫിക്കേഷനായി എടുക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ 3 വഴികളാണ് ഇപ്പം നിലവിൽ ഇതിൽ കണ്ടത്. ഒന്നെങ്കിൽ ഇഗ്നോയെ പോലെ ബോധർ ചെയ്യാതെ മുമ്പോട്ട് പോകും. 2 ശ്രീനാരായണ ഗുരു ശ്രമിക്കുന്നത് പോലെ ഈ വർഷത്തെ ഒരു അക്സെപ്റ്റൻസ് വാങ്ങും, പിന്നെ മുമ്പോട്ട് പോവില്ല. 3ാമത്തത് ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ എന്ത് രീതിയിൽ എന്നുള്ള രീതിയിൽ പോകും എന്നാണ് ഇതിനെ ഒരു കാണാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്.